അർമാൻ ബീൻ ബാഗിൽ ഇരുന്നു കൊണ്ട് അവളെ തൻ്റെ മടിയിലിരുത്തി തന്നോടടുപ്പിച്ചു. അവളുടെ തലയിൽ നിന്നും ഷോളെടുത്ത് മാറ്റി സ്വിംഗ് ചെയറിൽ വെച്ചു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കുമ്പോൾ അവൻ്റെ മിഴികൾ അത്രമേൽ പ്രണയാർദ്രമായിരുന്നു. ഇന്നലെ വരെ തന്നെ വിഴുങ്ങാൻ വന്നിരുന്ന മനുഷ്യനായി ഇത്രയ്ക്കും റൊമാൻറ്റിക്കായി തന്നെ നോക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു. ഇമ ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവളിൽ നാണം വിരിഞ്ഞു. അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെ അവൾ തൻ്റെ മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. കഥ പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളത് പറഞ്ഞത്. പറയാലോ, അതിനു മുൻപേ എനിക്കിത് വേണം. അവൻ അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ അധരങ്ങൾ പതിപ്പിക്കാനൊരുങ്ങവേ അവൾ തൻ്റെ കൈകളാൽ അവൻ്റെ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു അവനിൽ തടസ്സം സൃഷ്ടിച്ചു. അത് കണ്ട് എന്തായത് എന്ന പോലെ അവൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൾ വേണ്ട എന്ന പോലെ തലയനക്കി. അന്നേരം അവൻ്റെ കൈകൾ അവളുടെ മേനിയിൽ കുസൃതി കാട്ടി തുടങ്ങി. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആ രാത്രിയിലെ കഥ കേൾക്കണമെന്നില്ല. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ ഞാനതൊക്കെ ഓർത്തെടുത്തോളാം. പക്ഷേ അന്നത്തെ ആ ഹോഴ്സ് റൈഡിങ്, അതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം, അവൾ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ പൊന്നുമോള് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ അതുകൂടി ഓർത്തെടുത്താൽ മതിട്ടാ. തൻ്റെ വായിലമർന്ന് അവളുടെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് കൃത്രിമ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. അങ്ങനല്ല സാർ, അവൾ അന്നേരം ചിണുങ്ങി. സാറേ, നിന്റെ മറ്റവൻ, അവളുടെ ഇടുപ്പിൽ ചെറുതായി നുള്ളിക്കൊണ്ടവൻ പറഞ്ഞു. ആ സോറി, ഞാൻ അറിയാതെ വിളിച്ചു പോയതല്ലേ, അവൾ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സാർ ഒഴികെ എന്ത് വേണേലും വിളിക്കാം എന്നും പറഞ്ഞ് അവളെ തന്നോടടുപ്പിച്ചു. അവളുടെ കാതിലും കഴുത്തിലും അവൻ മുഖമിട്ടുരസി. അവൻ്റെ താടി രോമങ്ങൾ അവളിൽ ഇക്കിളി കൂട്ടി. അവളുടെ കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. അവൻ സമ്മാനിക്കുന്ന പ്രണയച്ചൂടിൽ അവൾ വിവശയായി തുടങ്ങി. കണ്ണുകൾ ഇറുകെ പൂട്ടി അവൾ അവനിൽ പിടിമുറുക്കി. അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിൻ്റെ ബട്ടണിൽ അമർന്നു. തലചരിച്ചു അവളെ നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു. തൻ്റെ തോളിൽ പിടിമുറുക്കിയിട്ടുണ്ട്. കുറുമ്പ് നിറഞ്ഞ ചിരിയാലെ അവൻ അവളുടെ ടോപ്പിൻ്റെ ആദ്യ 2 ബട്ടൺസ് പല്ലുകൊണ്ട് എടുത്തു മാറ്റി. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ ചെറുതായി കാണുന്ന അവളുടെ മാറിൻ ചുഴിയിലേക്ക് നീണ്ടു. വിടർന്ന കണ്ണാലെ അവിടെ അമർത്തി ചുംബിച്ചതും അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു. അവൻ്റെ താടിയും മീശയും അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചു. പോറൽ വീഴ്ത്തിക്കൊണ്ട് അവളുടെ നഖം അവൻ്റെ തോളിൽ അമർന്നു. അനക്ക വേണ്ട, അവൻ്റെ തോളിൽ തല ചായ്ച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. അവളുടെ ആ വിളി കേട്ടതും അവൻ്റെ മുഖം വിടർന്നു. വിടർന്ന കണ്ണാലെ ഏറെ ആവേശത്തോടെ അവളുടെ ടോപ്പിൻ്റെ അടുത്ത അവൻ തൻ്റെ പല്ലുകൊണ്ട് കടിച്ചെടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടും മൂക്കും അവിടം അമരുന്നുണ്ടായിരുന്നു. അവളുടെ മാറിടം പകുതിയോളം അവന് മുന്നിൽ ദൃശ്യമായി. സ്കിൻ കളറിലുള്ള ഇന്നർ വെയറിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മൃദുലത കാണവേ അവൻ തൻ്റെ കൈവിരൽ കൊണ്ട് അവിടം പതിയെ തഴുകി. ആ നിമിഷമാണ് മുറിയിൽ നിന്നും കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും അവളൊരു തരം പിടച്ചിലൂടെ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് തൻ്റെ ഷോളും കയ്യിൽ പിടിച്ച് അകത്തേക്ക് ഓടി. ഒന്ന് മൂടായി വന്നതായിരുന്നു, അതും പറഞ്ഞു ചുണ്ടിലൂറിയ ചിരിയാലെ അവൻ ബീൻ ബാഗിലേക്ക് ചായഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനും നക്ഷത്ര കുഞ്ഞുങ്ങളും അവനെ നോക്കി കണ്ണു ചിമ്മി. എന്നെ കളിയാക്കിയതായിരിക്കും. അതെ, അങ്ങനെ എന്നെ കൊച്ചാക്കുകയൊന്നും വേണ്ട. നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ എന്തായാലും ഇന്നൊരു ഫ്രഞ്ച് ഒപ്പിച്ചിരിക്കും. ആകാശത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അർമാൻ ബീൻ ബാഗിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ശേഷം ഒന്ന് തിരിഞ്ഞു നടന്ന് വീണ്ടും ആകാശത്തേക്ക് നോക്കി. അതെ, നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട കേട്ടോ. നിന്നോളഴകെ എൻ്റെ പെണ്ണിനുണ്ട്. ഉഫ്, പിന്നെ അവളുടെ അത്രയും പറഞ്ഞ് അവനൊന്ന് നിർത്തി. അല്ലെങ്കിൽ വേണ്ട, നിന്നോടെന്തിനാ ഞാൻ അതൊക്കെയും പറയുന്നേ? അതൊക്കെ എനിക്ക് മാത്രം കാണാനുള്ളതാ. ഇങ്ങനെ ചുമ്മാ സീനി പിടിച്ച് നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പോൾ ശുഭരാത്രി. ബാക്കി റൊമാൻസ് വിശേഷം നാളെ രാത്രി പറയാം. അല്ല, താങ്കൾ കുറച്ച് നാൾ ഇവിടേക്ക് തന്നെ കാണുമല്ലോ അല്ലേ? കാണും. നിലാവിനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് അവൻ ചെറുചിരിയാലെ അകത്തേക്ക് നടന്നു. മുറിയിൽ കയറി ബാൽക്കണിയുടെ ഡോറും അടച്ച് ജനാല തുറന്ന് കർട്ടൻ നീക്കി വെക്കുമ്പോൾ നിലാവെളിച്ചം മുറിയിലേക്ക് അരിച്ചിറങ്ങി. അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അർമാൻ ബെഡിനരികിലേക്ക് നടക്കുമ്പോൾ അവൾ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന് കുഞ്ഞിനെ മാറോടടുപ്പിച്ച് പാലൂട്ടുന്നുണ്ട്.
അവൻ്റെ വരവ് കണ്ടതും അവൾ ഷോൾ കൊണ്ട് തൻ്റെ മാറിടം ശരിക്കും മറച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി. നേരത്തെ നടന്നതൊക്കെയും ഓർക്കവേ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി. അവളുടെ അരികിൽ വന്നിരുന്നു. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അവളുടെ പ്രവൃത്തി നോക്കിയിരുന്നു. അവൻ്റെ നോട്ടം കാണവേ അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. തൻ്റെ പ്രവൃത്തിക്ക് ഭംഗം സൃഷ്ടിക്കുന്ന തരത്തിൽ അവൾ ഷോൾ കൊണ്ട് മാറിടം മറയ്ക്കുന്നത് കണ്ടതും അവൻ അവളുടെ ഷോൾ വലിച്ചെടുത്തു ബെഡിലേക്ക് എറിഞ്ഞു. അവളത് കാലുകൊണ്ട് എടുക്കാൻ നോക്കിയതും അവനത് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തു വാനുക്ക ഇത്, കഷ്ടമുണ്ട് കേട്ടോ. അവൾ തൻ്റെ തോള് ചരിച്ച് അവിടെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നെറ്റി ചൊളിച്ചുകൊണ്ട് അത് പറഞ്ഞതും അവളുടെ ചേഷ്ടകൾ കണ്ട് അവനിൽ ചിരി വിരിഞ്ഞു. എന്താ വിളിച്ചത്? ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. അനുക്ക. കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. നേരത്തെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതാ. അവളിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് അർമാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ അവൾ തപ്പിത്തടഞ്ഞു. വിൽക്കാതെ വിളിക്ക് പെണ്ണെ. കട്ടിലിനോട് ചേർന്നുള്ള ഷെൽഫിന് മുകളിൽ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന മയിൽപ്പീലി ഒരെണ്ണം കയ്യിലെടുത്തു അവളുടെ മുഖത്തേക്ക് തഴുകിക്കൊണ്ട് അവനത് പറഞ്ഞതും ഇക്കിളിയോടവൾ മുഖം ഒരു വശത്തേക്ക് ചരിച്ചു. അന്നേരം അവൻ മയിൽപ്പീലി കൊണ്ട് അവളുടെ കാതിൽ ഇക്കിളി കൂട്ടി പിന്നീടത് താഴേക്ക് ചലിപ്പിച്ചു അവളുടെ മൃദുലതയിലൊന്ന് തഴുകി. അതിൻ്റെ കൂടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന അവൻ്റെ നോട്ടവും അവളുടെ ഉള്ളിൽ കുളിരു കോരി. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ മുന്നിൽ നിന്ന് വിയർത്തു. കുഞ്ഞുള്ളത് കൊണ്ട് അവൾക്കൊന്നിനും പറ്റുന്നില്ല. കുഞ്ഞു ഉറങ്ങിയെന്ന് കരുതി അവൾ തൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കാൻ ശ്രമിച്ചതും കുഞ്ഞ് വീണ്ടും കരച്ചിൽ തുടങ്ങി. നിവൃത്തിയില്ലാതെ അവൾ വീണ്ടും കുഞ്ഞിന് പാൽ കൊടുക്കാൻ തുടങ്ങി. പപ്പയുടെ പൾസറിഞ്ഞ് പെരുമാറുന്നതിൻ്റെ കൊച്ചു തുമ്പിക്കിരിക്കട്ടെ ഈ മുത്തം എന്നും പറഞ്ഞവൻ കുഞ്ഞു കവളിൽ മുത്തം കൊടുത്തപ്പോൾ അവൻ്റെ നിശ്വാസം അവളുടെ മേനിയിൽ തട്ടുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവളൊന്ന് കണ്ണടച്ചു തുറന്നു. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ട് അവളുടെ മൃദുലതയ്ക്ക് മേൽ അമർന്നതും ഒരേങ്ങലോട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ ചെറുചെറിയാൽ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തി ആട്ടിയുറക്കുമ്പോൾ അവൻ അവളുടെ കാതിലും പുറം കഴുത്തിലും കയ്യിലൊക്കെയും മയിൽപ്പീലിയിട്ട് ഉരസി. അതിനിടയിൽ ആള് തുമ്പി എന്ന് തുടങ്ങുന്ന സിനിമാ പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൻ അത്യാവശ്യം നന്നായി പാടുന്നുണ്ടായിരുന്നു. അവൻ്റെ ചേഷ്ടകളൊക്കെയും കണ്ട് അവൾക്ക് ചിരിയും വരുന്നുണ്ട്. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ ചിരി കടിച്ചു പിടിച്ചു നിന്നു. പടച്ചോനെ, ഇന്നലെ വരെ ഞാൻ കണ്ട മനുഷ്യൻ തന്നെയാണോ ഇത്? അവൾ പതിയെ പറഞ്ഞുവെങ്കിലും അവനത് എങ്ങനെയോ കേട്ടിരുന്നു. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. അവൾ പറഞ്ഞത് കേട്ടിട്ടാവണം അവനിൽ നിന്നും ഉടനെ മറുപടി വന്നു. അതാരാ? നിന്റെ കൊച്ചാപ്പ. നീ ഇന്നേ വരെ ഒരു സിനിമയും കണ്ടിട്ടില്ല? എൻ്റെ സിനിമ പോട്ടെ, മമ്മൂക്ക വരെ നിനക്കറിയില്ല? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന് പതിയെ മറുപടി പറഞ്ഞു. അപ്പോ മോഹൻലാൽ? അന്നേരം അവൾ ഇല്ലെന്ന പോലെ ചുമൽ കൂച്ചി. ദുൽഖർ സൽമാൻ, ടോവിനോ, പൃഥ്വിരാജ്, നസ്ലീൻ, അർമാൻ മാലിക്, ഇവരാരെയും നിനക്കറിയില്ല? പിന്നെ അർമാൻ മാലിക് ഇയാളല്ലേ? സന്തോഷം. ഓ എൻ്റെ പൊന്നു കൊച്ച, നീ എന്താ ഏലിയം വല്ലതുമാണോ? അല്ല, അന്ന് ആദ്യമായി നീ എൻ്റെ മുന്നിൽ വന്നപ്പോഴേ നിനക്കെന്നെ നല്ല പരിചയം ഉണ്ടായിരുന്നു. ഇടയ്ക്കുള്ള നിൻ്റെ ആ കള്ളനോട്ടം കണ്ടാൽ അറിയായിരുന്നു നിനക്കെന്നോട് ക്രഷ് ഉണ്ടായിരുന്നു. പേടിത്തൊണ്ടി ആയിരുന്നേലും അന്നേരം അത്യാവശ്യം ലോകവിവരം ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, കുഞ്ഞുറങ്ങിയല്ലേ നീ വന്ന് കിടന്നേ. എനിക്ക് നിന്നോടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോളുറങ്ങി, ഞാൻ സെറ്റി കിടന്നോളാം എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് നടന്നതും അതെന്താ ഭാര്യ അങ്ങനെയെന്നും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടുത്തം വിട്ടു. എനിക്കൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടേ ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എനിക്കെന്തോ പോലെ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്നാ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പൊന്നുമോളിങ് വന്നേ എന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് തൻ്റെ മേലേക്ക് വലിച്ചിട്ടതും വീണ വീഴ്ചയിൽ അവൾ കണ്ണിറുക്കി അടച്ചിരുന്നു. കണ്ണു തുറക്കുമ്പോൾ അവളുടെ മേൽ അവൻ അമർന്നിട്ടുണ്ട്. വിടുക എന്ന പോലെ അവൾ കണ്ണുകൊണ്ട് കെഞ്ചിയതും അവന് ചിരിയാണ് വന്നത്. നീ എന്താടി എന്നെ കാണുമ്പോൾ കുരിശ് കണ്ട പിശാചിനെ പോലെ പേടിക്കുന്നേ? ഞാൻ നിന്നെ കാണാത്തതായി ഒന്നുമില്ല. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് മീശ കഴിച്ചു പിടിച്ചുകൊണ്ടുള്ള അവൻ്റെ പറച്ചിൽ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. അതെ, ഇന്നെനിക്ക് കൂടുതലൊന്നും വേണ്ട. ഞാൻ ആഗ്രഹിച്ച 3 കാര്യങ്ങൾ എനിക്കിന്ന് കിട്ടിയാലേ ഞാൻ മിണ്ടാതെ കിടന്നുറങ്ങിക്കോളാം. ഇല്ലെങ്കിലേ ഞാൻ നിന്നെ ഉറക്കില്ല മോളെ. അവനത് പറഞ്ഞതും എന്തൊക്കെയാത് എന്ന പോലെ അവൾ അവനെ തന്നെ നോക്കി. ആദ്യം നീ എൻ്റെ കണ്ണിലേക്ക് നോക്കി റൊമാൻറ്റിക്കായി അനുക്ക എന്ന് വിളിക്കണം. 5 തവണ, ഇന്ന് അത്രയും മതി. രണ്ടാമത്
എനിക്ക് നിന്റെ ഈ പനിനീരതരങ്ങൾ മതി വരുവോളം നുകരണം. അവളുടെ അതരങ്ങളിൽ തഴുകിക്കൊണ്ടവനത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അനുക്ക പ്ലീസ്, എനിക്ക്, അവൾ ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ തുമ്പിപ്പെണ്ണെ, ഇങ്ങനെ അല്ലടാ, ഒന്നുകൂടെ റൊമാൻറ്റിക് ആവണം. അതിനു മുൻപ് മൂന്നാമത്തെ കൂടി ഞാൻ പറയാം. എന്നെ ഏറെ കൊതിപ്പിച്ച നിന്റെ ഇവിടം എനിക്കൊന്ന് രുചിക്കണം. ഡ്രസ്സിന് മേലെയായി അവളുടെ മൃദുലതയിൽ തഴുകിക്കൊണ്ടവനത് പറഞ്ഞതും അവളുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു. ഇയാൾ രണ്ടും കൽപ്പിച്ചാണല്ലേ പടച്ചോനെ, അവൾ ചിന്തിച്ചു. നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ഓഫർ തരാം. അനുക്ക എന്ന് റൊമാൻറ്റിക്കായി വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കേ 3 നിന്ന് തുടങ്ങാം. അതാവുമ്പോൾ ബാക്കിയൊക്കെയും ഓട്ടോമാറ്റിക്കായി നടന്നോളും. നിനക്ക് ഞാൻ എളുപ്പമാക്കി തന്നതല്ലേ, വേണ്ടെങ്കിൽ വേണ്ട, അതിനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. പോവിടന്ന്, എന്നെ കൊണ്ട് പറ്റില്ല. അവൾ നാണത്തോടെ മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാ എന്നെ കൊണ്ട് പറ്റും എന്നും പറഞ്ഞ് അവളുടെ മുഖത്ത് നിന്നും കൈയെടുത്ത് മാറ്റി വല്ലാത്ത ഭാവത്തിൽ അവളുടെ മാറിലേക്ക് നോട്ടം പായിച്ചതും അവൻ്റെ നോട്ടത്തിൽ അവൾ തളർന്നു തുടങ്ങിയിരുന്നു. അവൾ കൈകൾ വെച്ച് അവിടെ മറക്കാൻ നോക്കിയെങ്കിലും അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ കൈ കൂട്ടിപ്പിടിച്ചു. പ്ലീസ് വിടൂന്നേ. അത് പിന്നെ കുഞ്ഞ്, ഞാൻ മേല് പോലും കഴുകിയിട്ടില്ല. അവൾ എന്തോ പറയാൻ വന്നതും അവൻ പിടിയിട്ടില്ല. അവളുടെ എതിർപ്പുകൾ വകവെക്കാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും അവിടം തഴുകിയുണർത്തി. അവൻ സമ്മാനിക്കുന്ന പ്രണയച്ചൂടിൽ വെന്തുരുകിയതും അവളിലെ എതിർപ്പുകൾ പതിയെ കുറഞ്ഞു വന്നു. അവൻ്റെ പല്ലുകൾ അവളുടെ ടോപ്പിൻ്റെ ഓരോ ബട്ടണിലും അമർന്നു. ബട്ടൺസ് ഓരോന്നായി അടർത്ത് മാറ്റി അവൻ തൻ്റെ കൈകൊണ്ട് ടോപ്പ് അകത്തി വെച്ചു. അവളുടെ പൂമേനിയിലേക്ക് നോട്ടം പായിച്ചു. കണ്ണിൽ പ്രണയം നിറച്ച് ആദ്യമായി കാണും പോലെ ആ കാഴ്ച അവൻ നോക്കി നിന്നു. അന്നും ഇന്നും അവനെ ഏറെ കൊതിപ്പിച്ച അവനിലെ ലഹരിയായ അവളിലെ മൃദുലത ഇന്നറിലൂടെ കണ്ടതും അവനിൽ പ്രണയത്തിനുമപ്പുറം മറ്റെന്തൊക്കെയോ വികാരമുണർന്നു. അവൻ തൻ്റെ ചുണ്ടിനാലും നാവിനാലും അവിടം തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് അവൻ സമ്മാനിക്കുന്ന പ്രണയം അവൾ സ്വീകരിക്കുന്നുണ്ട്. തൻ്റെ പ്രവൃത്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണോ അത് അഴിച്ചു മാറ്റി അവിടെ നുണയുമ്പോൾ അവളുടെ കൈ ബെഡ്ഷീറ്റിൽ അമർന്നു. നിമിഷങ്ങൾ കടന്നുപോയി. ഏറെ ആവേശത്തോടെ അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. പെട്ടെന്നാണ് അവൻ അവളിൽ നിന്നും അടർന്നു മാറുന്നതും എന്തോ തുപ്പിക്കളയുന്നതും. ശബ്ദം കേട്ടിട്ടാണ് അവൾ കണ്ണു തുറക്കുന്നത്. കൈകൊണ്ട് വാ അമർത്തി തുടക്കുന്ന അവനെ കണ്ടതും കാര്യം മനസ്സിലായ അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി. ഒരൊറ്റ തള്ളലായിരുന്നു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ തറയിലേക്ക് വീണിരുന്നു. അവൻ വീണ് കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് അവൾക്ക് ബോധ്യം വരുന്നത്. അവൾ ബെഡ്ഷീറ്റ് കൊണ്ട് തൻ്റെ ശരീരം മറച്ചു പിടിച്ചു. ധൃതിയിൽ എഴുന്നേറ്റ് അവനെ നോക്കിയപ്പോൾ നടുവും തടവി തറയിൽ നിന്ന് എഴുന്നേക്കാൻ പാടുപെടുന്ന അരമാനെയാണ് കാണുന്നത്. ഞാൻ അറിയാതെയാ, അവൾ നേരിയ പേടിയോടെ പറഞ്ഞു. അവൻ മറുപടിയൊന്നും പറയാതെ എഴുന്നേറ്റതും അവളുടെ മുഖം വാടി. വേദനയുണ്ടോ എന്നവൾ ചോദിച്ചതും ദഹിപ്പിച്ചൊരു നോട്ടമാണ് തിരികെ അവൾക്ക് കിട്ടിയത്. ബാൽക്കണി ഡോർ വലിച്ചടച്ച് പുറത്തേക്ക് നടന്നതും ആള് നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അർമാൻ ബീൻബാഗിലിരുന്ന് അറിയാതെ ആകാശത്തേക്ക് നോക്കി. തന്നെ നോക്കി പുച്ഛിക്കുന്ന നിലാവിനെ അവൻ കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ച് കിടന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. അതെ, ഞാനേ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മുറിയിലെ കർട്ടൻ തുറന്നു വെക്കുമ്പോൾ എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നു. എടോ സിനിമ നടാ, ഇതിന് മാത്രം ആക്രാന്തം പാടില്ല. ഇത്രയും നാൾ അവൾ കിടന്ന മുറിയിൽ താൻ ക്യാമറ വെച്ചിരുന്നെന്നറിഞ്ഞാ മിക്കവാറും തന്നെ ഉലക്കെടുത്ത് അടിക്കും. നിലാവ് അവനെ വെറുതെ വിടാൻ തയ്യാറല്ല. ഷടാ, ഇത് വല്ല ശല്യമായല്ലോ. ശവത്തെ കുത്താതൊന്ന് പോകുന്നുണ്ടോ? ഇതിന് മറുപടിയായി ഞാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞവൻ കണ്ണടച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ അവൻ്റെ അരികിലേക്ക് വന്ന് അവന് തട്ടി വിളിച്ചു. അതെ, എന്തിനാ ഇവിടെ കിടക്കുന്നേ? മുറി വന്ന് കിടന്നൂടെ? അവൾ നേരിയ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം, നീ ഒന്ന് പോയേ, എൻ്റെ നടുവ് ഒടിച്ചിട്ട്. അവനത് പറഞ്ഞത് അവൾ പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് നടന്നു. അവൾ വേദനയോടെ അകത്തേക്ക് പോകുന്നത് അവൻ ഇടം കണ്ടിട്ട് നോക്കി. കണ്ടോ എൻ്റെ പെണ്ണെ, ഇത്രയേ ഉള്ളൂ. പാവം, ഞാനേ ഇതിൽ പിടിച്ചു തൂങ്ങി അവളെ കൊണ്ട് തന്നെ എന്നെ ഫ്രഞ്ചടിപ്പിക്കും, അതും തൻ്റെ മുന്നിൽ വെച്ച്. നിലാവിനെ നോക്കി തിരികെ പുച്ഛിച്ച് അവൻ കണ്ണടച്ച് അവിടെ തന്നെ കിടന്നു. ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവൻ അവിടെ തന്നെ അന്ന് നേരം വെളുപ്പിച്ചു. അതെ, ബാങ്ക് കൊടുത്തുട്ടോ, എഴുന്നേക്കുന്നില്ലേ? അവളുടെ സ്വരം കാതിൽ പതിയുമ്പോൾ
പള്ളിയിൽ നിന്നും സുബ്ഹി ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കവിളിനെ കുളിരണിയിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നിന്നും 2 തുള്ളി വുളൂഹിൻ്റെ വെള്ളം അവൻ്റെ കവിളിലേക്ക് ഉറ്റുവീണു. എൻ്റെ പൊന്നു കൊച്ചെ, ചാത്തപ്പൻ എന്ത് മാഷറ! ഈ സിനിമക്കാരൊന്നും നിസ്കരിക്കാറില്ല. വിട വാങ്ങും മുൻപ് നിലാവ് കൗണ്ടർ അടിക്കാൻ മറന്നില്ല. തന്നോടാരാ അങ്ങനെ പറഞ്ഞേ? ഞാൻ 5 നേരം പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന ആളാ. അർമാൻ നിലാവിനെ നോക്കി മനസ്സിൽ പിറുപിറുത്തു. അമ്മോ, ഞാനെങ്ങും കണ്ടില്ല. പുച്ഛിസ്റ്റ് നിലാവ് പിന്നെയും പുച്ഛലോട് പുച്ഛൽ. അതെ നിലാവേ, അതിന് ഇയാളി എന്നും ഇവിടെ വരാറുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ വന്നാൽ തന്നെ വല്ല ആമ്പലിനെയോ നിശാഗന്ധിയോ ഒക്കെ വായി നോക്കിയിരിക്കും. അതല്ലടോ തൻ്റെ പണി. പിന്നെ എങ്ങനെ എന്നെ കാണും? അർമാനും തിരികെ പുച്ഛിച്ചു. ഇത് സിനിമ നട, ചുമ്മാ ഗോസിപ്പ് അടിച്ചെടുക്കല്ലട്ടാ. നിശാഗന്ധി എനിക്കെൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാ. പിന്നെ ആമ്പലും ഞാനും. അത് 1 വേ ലൈനാടോ. ഞാനിങ്ങനെ അവളെ നോക്കി മുരടിച്ച് പോകത്തേ ഉള്ളൂ. എന്ത് ചെയ്യാം, ഞാൻ മാനത്തും അവൾ വെള്ളത്തിലും ആയിപ്പോയില്ലേ. ഞങ്ങൾക്കിടയിൽ ഒരു ഹംസമില്ലാതായിപ്പോയി. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റണ്ടേ? ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലെ എന്തേലും ഒന്ന് ദൈവം ഞങ്ങൾക്ക് ഇറക്കിയിരുന്നേ. ഞങ്ങൾ എപ്പോഴേ സെറ്റായേനെ. നിലാവ് വാചാലയായി. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് അർമാൻ മാലിക്കായി ജനിച്ചാൽ മതിയായിരുന്നു. സിനിമയിലും ജീവിതത്തിലും സുന്ദരികളിങ്ങനെ നിറന്ന് കിടക്കുമല്ലേ. അതിനിടയിൽ അർമാനിട്ടൊന്ന് താങ്ങി. നിങ്ങളെപ്പോലുള്ള ഇണക്കുരുവികൾ എൻ്റെ മുന്നിൽ വെച്ച് ഫ്രഞ്ചടിച്ച് എന്നെ കൊതിപ്പിച്ച് കളയും. അതൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ ആമ്പലിനെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഒരുപാട് വിഷമാവും. എന്ത് ചെയ്യാം, എൻ്റെ വിധിയെ തടുക്കാൻ വിരാട് കോഹ്ലിയെ കൊണ്ടും പറ്റില്ലല്ലോ. മതി, കൂടുതൽ സെൻറ്റി അടിച്ചെന്നെ വീട്ടാൻ നോക്കണ്ട. നിന്റെ സമയം ആവാറായി. അവിടെ ഇവിടെയും വായി നോക്കി നിൽക്കാതെ പെട്ടെന്ന് വണ്ടി വിടാൻ നോക്ക്. അർമാൻ നിലാവിനോടെന്ന പോലെ ആകാശത്ത് നോക്കി പറഞ്ഞു. നിലാവും അർമാനും തമ്മിലുള്ള സൈലന്റ് കോൺവെർസേഷനും ഒന്നും അറിയാതെ അർമാൻ്റെ പ്രവർത്തി കണ്ട് ഇയാളെന്താ ഇങ്ങനെ മാനം നോക്കി നിൽക്കുന്നത് എന്ന പോലെ അവൾ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. തന്നെ ഉറ്റുനോക്കുന്ന പെണ്ണിലേക്ക് അവൻ്റെ നോട്ടം ചെന്നതും അവൻ്റെ മിഴികൾ പ്രണയാർദ്രമായി. അതിനിടയിൽ ഇന്നലത്തെ വീഴ്ചയുടെ വേദന എവിടുന്നോ തലപ്പൊക്കി വന്ന് അവന് ചിലത് ഓർമ്മിപ്പിച്ചതും അവന് കൃത്രിമ ദേഷ്യം കാട്ടി. നീ വുളു എടുത്തിട്ടുണ്ടോ? സാമൂഹിക അകലം പാലിച്ചു നിൽക്കുന്ന അവളെ കണ്ടവൻ ചോദിച്ചു. ഉണ്ടെന്ന പോലെ അവൾ മൂളി. എന്നാ ഒന്നുകൂടെ എടുത്തിട്ട് വാട്ടാ എന്നും പറഞ്ഞ് മനപ്പൂർവ്വം അവളുടെ കയ്യിൽ തൊട്ടുകൊണ്ട് അവൻ മുറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ ഈ മനുഷ്യനെ മനസ്സിലാവുന്നില്ലല്ലോ പടച്ചോനെ എന്നും മനസ്സിൽ പറഞ്ഞു അവൾ അവൻ്റെ പോക്ക് നോക്കി നിന്നു. അർമാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി പള്ളിയിലേക്ക് നടന്നു. നിസ്കാരം കഴിഞ്ഞ് നേരെ ജോഗിങ്ങിനിറങ്ങി. നിസ്കാരം കഴിഞ്ഞ് അല്ലു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു അടുക്കളയിലേക്ക് ചെന്നു. അന്നേരം സൈനബയും അബ്ദുവും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ വന്നത് ശല്യായോ എന്നും പറഞ്ഞവൾ ഇരുവർക്കും പുഞ്ചിരി കൈമാറി. എൻ്റെ അമ്മാലും മോളെ, മോക്ക് ഞങ്ങളൊരു ശല്യാവുമോ എന്ന പേടിയില്ല ഞങ്ങള്. ഇപ്പം മോൾ അർമാൻ സാറിൻ്റെ ഭാര്യയല്ലേ? അബ്ദുവാണത് പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നും പറയല്ല അബ്ദുക്ക. ഞാൻ നിങ്ങളുടെ പഴയ അമ്മാൽ തന്നെയാ. പിന്നെ എന്നേന് അല്ലൊന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കും ഇഷ്ടം എന്നും പറഞ്ഞവൾ മകിൽ നിന്നും കപ്പിലേക്ക് ചായ പകർന്നു കുടിക്കാൻ തുടങ്ങി. സൈനത്ത, ഞാനേ മോളുടെ ശരിക്കുള്ള ഉമ്മയുടെ ഫോട്ടോ കണ്ടുട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സൈനബക്ക് ഒരു പുഞ്ചിരി കൈമാറുമ്പോൾ അവരവളെ തന്നെ നോക്കി നിന്നു. ഞാനൊരു ദിവസം ഇത്തക്ക് ഫോട്ടോ കാട്ടിത്തരുന്നുണ്ട്. വിടർന്ന മുഖത്തോട് അവളത് പറയുമ്പോൾ അല്ലുവിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖം കണ്ടു സൈനബ അന്തം വിട്ട കുന്തം പോലെ നോക്കിയിരിപ്പാണ്. സൈനബയും അല്ലുവും സംസാരിക്കുന്നത് കണ്ട് അബ്ദു രംഗമൊഴിഞ്ഞു. സൈനബ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലുവും സഹായിച്ചു. കുഞ്ഞുണർന്ന് കരഞ്ഞപ്പോൾ അല്ലു മുറിയിലേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞതും ജോഗിങ് കഴിഞ്ഞ് അർമാൻ തിരിച്ചെത്തി. ദേഹത്തെ വിയർപ്പൊക്കെയും തുടച്ച് പതിവ് പോലെ ലിവിംഗ് റൂമിലെ സെറ്റിയിൽ വന്നിരുന്ന് TV ഓൺ ചെയ്തതും അബ്ദു അവനുള്ള കോഫിയുമായി വന്നു. ഇയാളാണോ എൻ്റെ ഭാര്യ എന്നുള്ള അർമാൻ്റെ പറച്ചിൽ കേട്ടുകൊണ്ടാണ് അല്ലു താഴേക്ക് വരുന്നത്. അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അർമാൻ അവളെ ശ്രദ്ധിക്കാതെ TVയുടെ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നു. അബ്ദുക്ക, അതിങ്ങ് തന്നേക്ക്, ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞവൾ കപ്പ് വാങ്ങിക്കുമ്പോൾ അവൻ അവളുടെ മുഖത്ത് നോക്കാതിരിക്കാൻ പാടുപെട്ടു. ഒടുവിൽ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെ രംഗം മാനേജ് ചെയ്തു. അല്ലു കുഞ്ഞുമായി അവിടെ നിന്ന് നടക്കാനൊരുങ്ങി. നീ അവിടെ ഇരിക്ക്, ഈ കപ്പും കൊണ്ട് പോയാൽ മതി എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവന് ഓപ്പോസിറ്റുള്ള സെറ്റിയിലിരുന്നു. അവളുടെ ശ്രദ്ധയും TVയിലേക്ക് നീണ്ടു. അവൻ ചാനൽ മാറ്റുന്നതിനിടയിലാണ് അവൻ അഭിനയിച്ച മൂവിയുടെ സോങ് കാണുന്നത്. അവളുടെ പ്രതികരണം എന്താണെന്നറിയാൻ അവൻ ആ സോങ് പ്ലേ ചെയ്തതും അവളുടെ ശ്രദ്ധ പാട്ടിലേക്ക് നീണ്ടു.
റൊമാൻറ്റിക് രംഗങ്ങളൊക്കെയും വരുന്ന സോങ് ആയതിനാൽ അത് കണ്ട് അവളുടെ മുഖമൊക്കെയും വാടിത്തുടങ്ങി. അതവൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ പൊന്നുമോൾക്ക് പൊള്ളുന്നുണ്ടല്ലേ, അവൻ മനസ്സിൽ പറഞ്ഞു. ഉഫ്, ശരണ്യ ഗുപ്ത എൻ്റെ കൂടെ 4 ഫിലിമിലാണ് അഭിനയിച്ചത്. എന്തൊരു ഗ്ലാമർ അവൾക്ക്. അവളുടെ കൂടെ അഭിനയിക്കുകയല്ല, ഞാൻ ജീവിക്കുകയായിരുന്നു. ഹോ, അതൊക്കെ ഒരു കാലം. എത്ര നാളായി അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട്. എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നതാണല്ലോ. അർമാൻ അല്ലുവിനെ ദേഷ്യം പിടിപ്പിക്കാനെന്ന വണ്ണം ആരോടൊന്നില്ലാതെ പറഞ്ഞു. അവൻ്റെ വാക്കും ടി വിയിലെ സിനിമ അവൾക്ക് അത്രയ്ക്ക് ദഹിക്കുന്നില്ലായിരുന്നു. ഈ കറണ്ടൊന്ന് പോയിരുന്നേൽ അവൾ ആശിച്ചു പോയി. അന്നേരം ധുവമോൾ എന്തിനോ വേണ്ടി കരയാൻ തുടങ്ങി. പപ്പയുടെ പൾസ് മാത്രമല്ല, മമ്മയുടെ പൾസ് കൂടി മോൾക്ക് അറിയുന്നുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് നടന്നു. അപ്പോഴവളുടെ മനസ്സിൽ ആ സിനിമയിലെ ഗാനമായിരുന്നു. ഒരു ശരണ്യ ഗുപ്ത എന്നും പിറുപിറുത്തുകൊണ്ടവൾ മുന്നോട്ട് നടന്നു. അതെ, അപ്പോൾ ഈ കപ്പ്, അവൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടവൾ മുന്നോട്ട് നടന്നു. അല്ല, എന്തിനാ ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നത്? ഇവിടെ ഇരുന്നൂടെ? കുഞ്ഞിത്തിരി കാറ്റും വെളിച്ചൊക്കെ കാണട്ടെ എന്നുള്ള അർമാൻ്റെ പറച്ചിൽ കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. മോൾക്ക് വിശക്കുന്നുണ്ട്, അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അതിവിടെ നിന്ന് ആവാലോ, അവൻ പറഞ്ഞു. വേണ്ട, പിന്നെ അത് കുഞ്ഞിനുള്ളതാ, അല്ലാതെ കുഞ്ഞിൻ്റെ പപ്പയ്ക്കുള്ളതല്ല എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവൻ ചിന്തിച്ചു. അതെ, 10 മണിക്ക് ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് റെഡിയാവണം, അവൻ പിന്നിൽ നിന്നും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അല്ലു അർമാനും ഡോക്ടറെ കാണാനുള്ള യാത്രയിലാണ്. കൂടെ ആഷിയും ഷെറിനും ഉണ്ട്. കുഞ്ഞ് സൈനബയുടെ കൂടെയാണ്. ഷെറിനും അല്ലുവും പിൻസീറ്റിലിരുന്ന് കാര്യമായ സംസാരത്തിലാണ്. തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരിക്കുന്ന അല്ലുവിനെ കണ്ട് അർമാന് ദേഷ്യം വന്നു. ദേഷ്യം തീർക്കാൻ അവൻ കണ്ടെത്തിയ മാർഗം കാറിലെ സ്റ്റീരിയോയിൽ തൻ്റെ മൂവിയുടെ സോങ് പ്ലേ ചെയ്യുക എന്നതാണ്. പാട്ട് കേട്ടതും ഷെറിൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. അമിക്ക, ആ മറ്റേ സോങ്ങില്ലേ, കീർത്തി റെഡ്ഡിയുമായുള്ള ആ ഐറ്റം സോങ്, അതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഷെറിൻ പറഞ്ഞു. ആണോ? എൻ്റെയും എന്നും പറഞ്ഞ് അർമാൻ സോങ് സെർച്ച് ചെയ്ത് പ്ലേ ചെയ്തതും അതിലെ രംഗം കണ്ട് അല്ലുവിന് ഉള്ളങ്കാല തൊട്ട് അങ്ങ് പെരുത്ത് കയറി. ആരോട് പറയാൻ, വീഡിയോ പ്ലെയർ എറിഞ്ഞു പൊട്ടിച്ചാലോ എന്ന് വരെ തോന്നി. എന്തു ചെയ്യാം? അല്ലുവിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ മിററിലൂടെ നോക്കിക്കണ്ട് രസിക്കുകയാണ് അർമാൻ. സോങ് നോക്കി കിളിപ്പോയിരിക്കുമായിരുന്ന ആഷി ഇവൻ ഇതെന്ത് ഭാവിച്ച എന്ന പോലെ അർമാനെ നോക്കി. അതിനിടയിൽ അവൻ അല്ലുവിനെ നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ പാവം തോന്നി ആഷി. അവളുടെ ഒരു ഫേവറേറ്റ് സോങ് എന്നും പറഞ്ഞ് ഷെറിനെ കൂർപ്പിച്ച് നോക്കി സോങ് മാറ്റി. എടാമൻ, ഇതൊക്കെയും ഒരു ക്യാമറ ട്രിക്കല്ലേ? ആണ്. അല്ലു മോളെ, നിനക്കറിയോ, നീ പെണ്ണും ഇവരും വേറെ വേറെ ദിവസങ്ങളിലായിട്ടാണ് അന്ന് ശരിക്കും സോങ് ഷൂട്ട് ചെയ്തത്. ആഷി അല്ലുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഹേയ്, ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ 2 പേരും ഒരുമിച്ചായിരുന്നു അന്ന് ഷൂട്ട്. എടാ ആഷി, ഈ ക്യാമറ ട്രിക്ക് എന്നൊക്കെ പറയുന്നത് ചുമ്മായാ. പണം, അതുക്കും മേലെ എന്താ ഉള്ളത്? അർമാൻ്റെ വിശദീകരണം കേട്ട് ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ ഇവനതെന്താ വട്ടായ എന്ന പോലെ ആഷി അർമാനെ ഒന്ന് ഇരുത്തി നോക്കി. അർമാൻ മിററിലൂടെ അല്ലുവിനെ നോക്കുമ്പോൾ പെണ്ണ് ചുരിദാറിൻ്റെ ഷോൾ പിടിച്ച് ചുഴറ്റുന്നുണ്ട്. നീ എന്നെ പിടിച്ച് തള്ളുമല്ലേ, ഇപ്പം ശരിയാക്കി തരാട്ടാ എന്നും മനസ്സിൽ പറഞ്ഞ് ഷെറിനോട് സംസാരിക്കാൻ തുടങ്ങി. ഷെറിൻ, നീ അറിഞ്ഞോ, ഞാനേ പുതിയൊരു സിനിമ ചെയ്യാൻ പോവാ. എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ്. ഞാൻ സുൽത്താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ എൻ്റെ സിനിമാ ജീവിതം, ഇവളെൻ്റെ ലൈഫിലേക്ക് വന്നതും പിന്നെ ഇന്നലത്തെ ഞങ്ങളുടെ മാരേജ് വരെ എന്ത് നടന്നു, അതാണ് സ്റ്റോറി തീം. അതിലൂടെ എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു പിടിക്കണം. എല്ലാവർക്കുള്ള മറുപടി ആയിരിക്കും ആ സിനിമ. അതിനു മുൻപ് സത്യങ്ങൾ ഓരോന്നും കണ്ടെത്തണം. അർമാൻ്റെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മറഞ്ഞു. ഷെറിൻ, ഇവളുടെ റോൾ ചെയ്യാൻ ആരെയാ വിളിക്കുന്നത്? ഇനി സജഷൻ? അർമാൻ ഷെറിനോട് ചോദിച്ചു. അമിക്ക, അല്ലു ആവാനേ അല്ലുവിന് മാത്രമേ പറ്റുള്ളൂ, ഷെറിൻ ചെറിയാലെ പറഞ്ഞു. അത് ജീവിതത്തിൽ, സ്ക്രീനിലല്ലു, അതാ എനിക്ക് വേണ്ടത്. നമുക്ക് സനയുടെ ഡേറ്റ് ചോദിച്ചാലോ? അവളിപ്പോൾ വലിയ സ്റ്റാറല്ലേ, ഞാൻ വിളിച്ചാൽ അവൾ നോവും പറയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിരുന്നല്ലോ. അർമാൻ അല്ലുവിൻ്റെ വീണ്ടും താങ്ങി. അർമാൻ്റെ സംസാരവും അല്ലുവിൻ്റെ മുഖവും കണ്ട് ആഷിക്ക് ചിലത് കത്തി. നീ വണ്ടി നിർത്തിക്ക്, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അതിനിടയിൽ ആഷിയുടെ പെട്ടെന്നുള്ള ആവശ്യം കേട്ട് അർമാൻ വണ്ടി നിർത്തി സംശയത്തോടെ അവനെ നോക്കി. ഒടുവിൽ വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് ആഷിക്ക് പിന്നാലെ നടക്കുമ്പോൾ നേരിയ നടുവേദന ഉണ്ടായിരുന്നു.
നിനക്ക് എന്താടാ മുള്ള മുട്ടുന്നുണ്ടോ? അല്ല നിന്റെ നടത്തം കണ്ട് ചോദിച്ചതാ എന്നും പറഞ്ഞ് ആഷി അവനെ ദഹിപ്പിച്ചു നോക്കി. അല്ല അമ്മൻ, നീ എന്ത് ഭാവിച്ചാ സനയെ ഹീറോയിനായി മതിയെന്ന് പറയുന്നത്? ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ള അർമാൻ്റെ പറച്ചിൽ കേട്ട് ആഷിക്ക് പെരുത്ത് കയറി. നീ നോക്കി പേടിപ്പിക്കണ്ട, അതൊക്കെ എൻ്റെ നമ്പറല്ലേ. എൻ്റെ തുമ്പിപ്പെണ്ണിനൊരു കുഞ്ഞു ഡോസ്. എടാ നിനക്കറിയോ, അവൾ ഇന്നലെ എന്നെ ബെഡിൽ നിന്ന് തള്ളിയിട്ടടാ. നന്നായി, നിനക്കത് കിട്ടേണ്ടതാണ്. അല്ല എന്തിനാ അവൾ നിന്നെ തള്ളിയിട്ടെ എന്നുള്ള ആഷിയുടെ ചോദ്യം കേട്ട് എന്ത് പറയണം എന്നറിയാതെ അർമാൻ കുഴങ്ങി. ഇതേ സമയം ഷെറിൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് തൊട്ടരികിലെ ATM കൗണ്ടറിലേക്ക് കയറിപ്പോയതും അല്ലുവിൻ്റെ കണ്ണുകൾ സ്റ്റീരിയോയിലേക്ക് നീണ്ടു. അപ്പോഴും അതിൽ അർമാൻ്റെ മറ്റൊരു സോങ് പ്ലേ ആവുന്നുണ്ട്. വട്ട് പിടിച്ച അല്ലു പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ മുന്നിൽ കണ്ട വയറിലൊരെണ്ണം കടിച്ചു പൊട്ടിച്ചു. എന്നിട്ടും സോങ് പ്ലേ ആവുന്നുണ്ട്. പാവത്തിനറിയോ അത് വയർലെസ് ആണെന്ന്. അപ്പോൾ ഞാൻ എന്താ കടിച്ചു പൊട്ടിച്ചെന്ന് മനസ്സിൽ പറഞ്ഞു ഒന്നും അറിയാത്ത പോലെ അവൾ തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. ഇതേ സമയത്താണ് തങ്ങളുടെ തൊട്ടു മുന്നിൽ ഒരു വണ്ടി നിർത്തുന്നതും അതിൽ നിന്നും ആ ലേഡി ഡോക്ടർ ഇറങ്ങി വന്ന് ATM കൗണ്ടറിനകത്തേക്ക് നടക്കുന്നതും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ നിമിഷം അവളിൽ ഭയം നിറഞ്ഞു. അവളുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവൾ മുഖം അമർത്തി തുടച്ചു ഡോറും തുറന്ന് അർമാൻ്റെ അരികിലേക്ക് ഓടി. ഓടിച്ചെന്ന് അർമാനെ കെട്ടിപ്പിടിച്ചതും അവളിലെ ഭയം കണ്ട് അർമാൻ കാര്യം തിരക്കി. അവളുടെ കൈ ATM കൗണ്ടറിന് നേരെ നീണ്ടു. അടുത്ത നിമിഷം അവൾ ബോധം മറിഞ്ഞ് അവൻ്റെ കൈകളിൽ തന്നെ തളർന്നു വീണു.